നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം 5,44,109 വീടുകൾ അനുവദിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. വാതിൽപ്പടി ശേഖരണം 100% ഒറ്റൂർ ചാപ്പാരക്കടവ് പഞ്ചായത്തുകളെ അഭിനന്ദിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരഹൃദയഭാഗം മോടി പിടിപ്പിക്കാൻ കോട്ടയം ഒരുങ്ങുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ലഹരി വിമുക്തി ചികിത്സാ പദ്ധതി മാനസികയ്ക്ക് തുടക്കമായി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം കേരളത്തിൽ 5,44,109 വീടുകൾ അനുവദിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഇതിൽ 4,32,159 വീടുകളും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വർഷം 6.5 ലക്ഷം വീടുകൾ എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിഭാഗത്തിൽപ്പെട്ട വീടില്ലാത്തവർക്ക് 4 ലക്ഷം രൂപയും പട്ടികവർഗ്ഗക്കാരാണെങ്കിൽ 6 ലക്ഷം രൂപയുമാണ് മുൻഗണനാക്രമം അനുസരിച്ച് കേരളം നൽകുന്നത്. ഇതുവരെ 18,288 കോടി രൂപയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി കേരളം ചെലവഴിച്ചത്. ഇതിൽ 5,683 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതവും 5,071 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ്. 5,026 കോടി രൂപ ഹഡ്കോയിൽ നിന്നുള്ള വായ്പയാണ്. വാതിൽപ്പടി ശേഖരണം 100% ഒറ്റൂർ ചാപ്പാരക്കടവ് പഞ്ചായത്തുകളെ അഭിനന്ദിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വാതിൽപ്പടി ശേഖരണം 100% ഉറപ്പാക്കിയ തിരുവനന്തപുരത്തെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിനെയും കണ്ണൂരിലെ ചപ്പാരക്കടവ് ഗ്രാമപഞ്ചായത്തിനെയും മന്ത്രി അഭിനന്ദനം അറിയിച്ചത്. മാർച്ച് മാസത്തെ ആദ്യ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ഈ പഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേന ശേഖരിച്ചിരുന്നു. ഇവർ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഹരിതകർമ്മസേനയ്ക്ക് മാതൃകയാണെന്നും ഈ പഞ്ചായത്തുകളെ കൂടാതെ 19 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഈ ദിവസങ്ങൾക്കുള്ളിൽ 75%-ലധികം അജൈവ മാലിന്യ ശേഖരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും എം പി രാജേഷ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി, തിരുവനന്തപുരത്തെ മണമ്പൂർ എന്നിവിടങ്ങളിൽ 99% പൂർത്തിയാക്കിയത്. 88% വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയാണ് നഗരസഭകളിൽ ഇതുവരെ 1ാം സ്ഥാനത്ത്. ഹരിതമിത്രം ആപ്പിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ അനുസരിച്ചാണ് ഇത്. സംസ്ഥാനത്താകെ ഫെബ്രുവരി മാസത്തിൽ 88.38% വാതിൽപ്പടി സേവനം ഉറപ്പാക്കാൻ ആയത്. ഫെബ്രുവരി മാസത്തിൽ 80%-ന് മേലെ വാതിൽപ്പടി സേവനം ഉറപ്പാക്കാൻ 826 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു. ഇതിൽ 447 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ മാസം 100% വാതിൽപ്പടി ശേഖരണം ഉറപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നഗരഹൃദയഭാഗം മോടി പിടിപ്പിക്കാൻ കോട്ടയം ഒരുങ്ങുന്നു. ശാസ്ത്രി റോഡും നാട്ടകം ബൈപ്പാസ് റോഡും ചെടികൾ പിടിപ്പിച്ച് മനോഹരമാക്കാനാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്തും കോട്ടയം നഗരസഭയും ഹരിത കേരള മിഷനും സംയുക്തമായാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. ഹരിത കേരള മിഷനാണ് പദ്ധതിയുടെ ഏകോപനം. ശാസ്ത്രി റോഡിന്റെ ആരംഭം മുതൽ ലോഗോസ് ജംഗ്ഷൻ വരെ റോഡിന്റെ ഡിവൈഡറുകളിൽ ചെടിച്ചട്ടികൾ സ്ഥാപിക്കുകയും ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയുടെ കൈവരികളിൽ വള്ളിച്ചെടികൾ പിടിപ്പിച്ച് മനോഹരമാക്കുകയും ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, ജനപ്രതിനിധികൾ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക്, ടെക്നിക്കൽ അസിസ്റ്റന്റ് മീനു എം ബിജു എന്നിവർ പങ്കെടുത്തു. ഭാരതീയ ചികിത്സാ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്തി ചികിത്സാ പദ്ധതി മനസ്വി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സാ പദ്ധതി ആരംഭിക്കുന്നത്. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ലഹരിയിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ OP പ്രവർത്തനവും ആരംഭിച്ചു. ചികിത്സയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ OPയിലെത്തുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകും. രോഗികൾക്കും ബന്ധുക്കൾക്കും ബോധവൽക്കരണവും നൽകും. ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്കും അല്ലെങ്കിൽ ഡി അഡിക്ഷൻ ചികിത്സകൾ കഴിഞ്ഞ് ആയുർവേദ ചികിത്സയിൽ തുടരാൻ താല്പര്യമുള്ളവർക്കും അതിനുള്ള അവസരം ഒരുക്കുക എന്ന രീതിയിലാണ് ജില്ലാ ആയുർവേദ ആശുപത്രി മനസ്വി പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. മാനസികാരോഗ്യ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദൃശ്യ പദ്ധതി വിശദീകരിച്ചു. നിലവിൽ കിടത്തി ചികിത്സ ആശുപത്രിയിൽ ലഭ്യമല്ല. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ PV ശ്രീനിവാസൻ, ലേ സെക്രട്ടറി സഞ്ജയൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഷി ദിനകരൻ എന്നിവർ സംസാരിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജെൻഡർ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ജെൻഡർ റിസോഴ്സ് സെന്റർ കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല അശോകൻ അധ്യക്ഷയായി. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN മുഖ്യപ്രഭാഷണം നടത്തി. ഉദുമ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുധാകരൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കുമാരൻ നായർ, ICD സൂപ്പർവൈസർ രമ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അജയൻ പനയാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി അജയൻ P എന്നിവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് കീലയുടെ സഹകരണത്തോടെ പഠനയാത്ര സംഘടിപ്പിച്ചു. മാർച്ച് 2 മുതൽ 7 വരെ കൊടകര പഞ്ചായത്തിൽ നിന്നുള്ള സംഘം സിക്കിമിൽ താമസിച്ച വിവിധ മാലിന്യ സംസ്കരണ രീതികൾ വിലയിരുത്തി. സിക്കിം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ചും അവർ എങ്ങനെ മാലിന്യ സംസ്കരണ രീതികളിലൂടെ തങ്ങളുടെ ജനതയെ മുന്നോട്ട് നയിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് സംഘത്തിന് കഴിഞ്ഞതായി പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മെമ്പർമാർ, സെക്രട്ടറി ബിന്ദുജി നായർ, ജീവനക്കാർ എന്നിവരടങ്ങിയ 21 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വനിതാ ദിനത്തിൽ ആകാശയാത്ര.
ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ആകാശയാത്രയൊരുക്കി വേലൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ 33 അംഗങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ കന്നി വിമാനയാത്ര നടത്തിയത്. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിമാനയാത്ര നടന്നത്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N അനിൽകുമാറും മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണനും സംഘവും കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ഗ്രാമപഞ്ചായത്ത് BMC യോഗത്തിൽ ജൈവവൈവിധ്യ മേഖലയിലെ സംരക്ഷണ പ്രവർത്തനങ്ങളെയും ഭാവി പ്രവർത്തനങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങളും അവർ പങ്കുവച്ചു. തുടർന്ന് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും BMCയുടെ അഭിമാന പദ്ധതിയായ പൈതൃക നാട്ടുമാവ് പദ്ധതി പ്രദേശവും ജൈവവൈവിധ്യ ഉദ്യാനവും പച്ചത്തുരുത്തും അവർ സന്ദർശിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് പഞ്ചായത്ത് രാജ് മന്ത്രാലയം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹിളാ സഭകൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മാതൃകാ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു മഹിളാ സഭ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV വിശാലാക്ഷി ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബ്ലോക്കിലുള്ള കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മഹിളാസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന നിർവഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്കിലുള്ള ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ മഹിളാസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനൂപ് CP, മെമ്പർമാരായ ജിനു ബാബു, മിനി മനയ്ക്കൽ പറമ്പിൽ, രേവതി മനീഷ്, ഗിരിജ പുഷ്കരൻ, രാജലക്ഷ്മി PP എന്നിവർ പങ്കെടുത്തു. 72 പേരാണ് മഹിളാസഭയിൽ പങ്കെടുത്തത്. കീലയുടെ മണ്ണൂത്തിയിലെ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ ഉദ്ഘാടനം ചെയ്തു. പിറവം അഗ്രോ പാർക്ക് ചെയർമാൻ ബൈജു നെടുങ്കേരിയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ നടത്താവുന്ന സംരംഭങ്ങളുടെ അവതരണം നടത്തി. മികച്ച സംരംഭകയ്ക്കുള്ള ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ ഇളവരശി P ജയകാന്ത്, 30 വയസ്സിന് മുകളിലുള്ളവരുടെ നാഷണൽ ഇന്റർനാഷണൽ അത്ലറ്റ് മീറ്റുകളിൽ ജേതാവായ ജ്യോതിലക്ഷ്മി എന്നിവർ പരിശീലനാർത്ഥികളുമായി സംവദിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ഭരണിക്കാവ് പഞ്ചായത്തിൽ സെമിനാറും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് K ദീപ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ V ചെല്ലമ്മ അധ്യക്ഷയായി. ലഹരി ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും നിയന്ത്രിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹരി S ചന്ദ്രൻ, സ്ത്രീ സുരക്ഷ സൈബറിടങ്ങളിൽ എന്ന വിഷയത്തിൽ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ റഹ്മത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതാ സംഘകൃഷി ഗ്രൂപ്പുകൾക്കുള്ള ഇടവിള കൃഷി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം വിയപുരം കൃഷിഭവനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു നിർവഹിച്ചു. ചേന, വെട്ടുചേമ്പ്, കാച്ചിൽ എന്നിവയാണ് ഇടവിള കൃഷിയായി നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഒരു യൂണിറ്റിന് 5000 രൂപ ചെലവിൽ 67.5 കിലോ നടീൽ വസ്തുക്കളാണ് നൽകിയത്. ബ്ലോക്കിന് കീഴിലെ 7 പഞ്ചായത്തുകളിലെ 100 ഗ്രൂപ്പുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഓമന അധ്യക്ഷയായി. ജൈവ മാലിന്യത്തെ എയറോഫേർട്ട് എന്ന പേരിൽ സമ്പുഷ്ടീകരിച്ച ജൈവവളമാക്കി പാക്കറ്റിലാക്കി വിൽക്കാനൊരുങ്ങിയ ആലപ്പുഴ നഗരസഭ. നഗരത്തിലെ 36 സ്ഥലങ്ങളിൽ സജ്ജീകരിച്ച 400ഓളം തുമ്പൂർമൊഴി എയറോബിക് സംവിധാനം വഴിയാണ് ജൈവമാലിന്യം കൈകാര്യം ചെയ്യുന്നത്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ സർവോദയപുരം മാലിന്യ നിക്ഷേപ കേന്ദ്രം പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് അടച്ചുപൂട്ടിയപ്പോഴാണ് വികേന്ദ്രീകരണ ജൈവമാലിന്യ സംസ്കരണം എയറോബിക് സംവിധാനത്തിലൂടെ നടപ്പിലാക്കിയത്. എയറോബിക് കമ്പോസ്റ്റിംഗ് സംവിധാനത്തിലേക്ക് പ്രദേശവാസികൾ നേരിട്ടും അല്ലാതെയും എത്തിക്കുന്ന ജൈവമാലിന്യങ്ങൾ 45 ദിവസം കൊണ്ട് ജൈവവളമായി മാറ്റുകയാണ്. തുടർന്ന് അരിക്കൽ പ്രക്രിയയ്ക്ക് ശേഷം 5 കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. കിലോ 15 രൂപ നിരക്കിൽ എയറോഫേർട്ട് ജൈവവളം ലഭ്യമാകും. ചാലിയാർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ABCD ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് അധ്യക്ഷനായി. ക്യാമ്പിൽ പഞ്ചായത്തിലെ വനമേഖലയ്ക്കകത്തുള്ള 39 ഊരുകളിൽ നിന്നുള്ള 814 ആളുകൾക്ക് ആവശ്യമായ രേഖകൾ ഉടനടി ലഭ്യമാക്കാൻ സാധിച്ചു. പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ ആധികാരിക രേഖകളായ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ ലഭ്യമാക്കുകയും ഈ രേഖകൾ ഡിജി ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യുകയുമാണ് ABCD പദ്ധതിയുടെ ലക്ഷ്യം. പരിപൂർണ സാക്ഷരത ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഓൺലൈൻ സർവേ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. തിരഞ്ഞെടുത്ത 37 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സർവേ നടത്തുന്നത്. സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മോഹൻ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജി ജോൺ പദ്ധതി വിശദീകരണം നടത്തി. ചെങ്ങളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ അങ്ങാടിയിൽ ഒരു പഴക്കൂട പദ്ധതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു റജി ഉദ്ഘാടനം ചെയ്തു. അത്യുൽപാദന ശേഷിയുള്ള ഫലവർഗ തൈകളുടെ വിതരണമാണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയത്. കർഷകർക്ക് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ചാമ്പ, മുള്ളാത്ത, പ്ലാവ്, പേര മുതലായ ഫലവർഗ തൈകൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ, അംഗങ്ങളായ ജാവിൻ കാവുങ്കൽ, ഷൈനി മാത്യു, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം മരട് നഗരസഭയിൽ ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കെ ബാബു MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. നഗരസഭയിലെ INTUC, കുണ്ടന്നൂർ, കൊട്ടാരം ജംഗ്ഷനുകളെയാണ് ഹരിത ടൗൺ ആയി പ്രഖ്യാപിച്ചത്. ഈ സ്ഥലങ്ങളിൽ പേപ്പർ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കാനായി ട്വിൻ ബിന്നുകളും സ്ഥാപിച്ചു. വരും ദിവസങ്ങളിൽ മറ്റു പ്രധാനപ്പെട്ട 50 ഇടങ്ങളിലും ട്വിൻ ബിന്നുകൾ സ്ഥാപിക്കും. നഗരസഭാ ചെയർമാൻ ആന്റണി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിത പ്രഖ്യാപനവും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 386 അയൽക്കൂട്ടങ്ങൾ, 37 സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 18 വിദ്യാലയങ്ങൾ, 43 അംഗനവാടികൾ, ഒരു കോളേജ് എന്നിവയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിത പദവി നൽകി ആദരിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഹരിത പദവി നൽകി ആദരിച്ചത്. പരിപാടിയുടെ ഭാഗമായി മേപ്പാടം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടിയും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷെലീൽ അധ്യക്ഷത വഹിച്ചു. മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ രജിസ്ട്രിയുടെ പ്രകാശനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. 50ഓളം സന്നദ്ധ പ്രവർത്തകർ മുഴുവൻ വാർഡുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ് ജൈവ വൈവിധ്യ ചരിത്രരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സസ്യ ഗവേഷകൻ ഡോക്ടർ P. ദിലീപ് രജിസ്റ്റർ പരിചയപ്പെടുത്തി. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ KV ഗോവിന്ദൻ, KSBB കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു ധനീഷ്, മണിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ജയപ്രദ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ണൂത്തിയിലെ കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് പഴവർഗ്ഗ സംസ്കരണത്തിനുള്ള ഹ്രസ്വകാല പരിശീലനം സംഘടിപ്പിച്ചു. 23 പേർ പങ്കെടുത്ത പരിശീലന പരിപാടി പ്രിൻസിപ്പൽ അയന PN ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ കവിത രാജ സ്വാഗതം പറഞ്ഞു. പരിശീലനത്തിൽ വിവിധ പഴങ്ങൾ, പച്ചക്കറികളോടുള്ള ജാം, സിറപ്പ്, സ്ക്വാഷ്, അച്ചാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണ പരിശീലനം നൽകി. പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കില പ്രിൻസിപ്പൽ അയന PN നിർവഹിച്ചു. വിവിധ അംഗനവാടികളിലേക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്ത് വെളിയൂർ ഗ്രാമപഞ്ചായത്ത്. ഫർണിച്ചറുകളുടെ 2ാം ഘട്ട വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബേബി ഗിരിജ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവിലാണ് ബെഞ്ചുകളും ഡെസ്കുകളും വിതരണം ചെയ്തത്. വിളയൂർ അമ്പാടിക്കുന്ന് അംഗനവാടിയിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KP നൌഫൽ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക, ക്ഷീര, മൃഗസംരക്ഷണ മേഖലകൾക്ക് പ്രഥമ പരിശീലനം നൽകി ചെറുതന ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മജ മധു ബജറ്റ് അവതരിപ്പിച്ചു. 14,34,46,543 രൂപ വരവും 14,27,02,240 രൂപ ചെലവും 7,44,303 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നാളികേര സംസ്കരണ യൂണിറ്റ്, മിഷനറി ഉൾപ്പെടെയുള്ള പദ്ധതി വനിതകൾക്കായി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷീരവികസന മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന രീതിയിലാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചെറുതന ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് AB മാത്യു അധ്യക്ഷനായി. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ആരോഗ്യ പരിചരണ മേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. ആരും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആരാണ്? നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് ആളുടെ അയൽവാസിയാണ്? നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ നൂതന പ്രോജക്റ്റാണ് സായുജ്യം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസന്ന മരണരായ രോഗികൾ, അനാഥരോ വീട്ടിൽ പരിചരിക്കാൻ ബന്ധുക്കളോ ഇല്ലാത്തവർ,
തുടർച്ചയായി തീവ്ര പരിചരണം ആവശ്യമുള്ളവർ എന്നിവരെ കിടത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സായുജ്യം. സ്വന്തം വിസർജ്യത്തിലും പുഴുക്കളിലും കിടന്ന് ഒരു രോഗിക്കും അവസാന കാലം നരകയാതന അനുഭവിക്കേണ്ടി വരില്ല. സായുജ്യം പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം പദ്ധതി 2ാം ഘട്ടത്തിലെ ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് യൂണിറ്റ് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. രോഗിക്കും ബന്ധുക്കൾക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന സാമ്പത്തികമായ ബാധ്യത, മാനസികമായ പ്രശ്നങ്ങൾ ഈ പദ്ധതിയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഈ രീതിയിൽ ആവശ്യത അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പദ്ധതി തുണയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൃത്തിയുള്ള നഗരങ്ങളിലെ സുൽത്താനായി സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിലെ ക്ലീൻ വിശേഷങ്ങളെ അറിയാം. ചരിത്രത്തിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ടാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് സുൽത്താൻ ബത്തേരിക്ക് വൃത്തിയുള്ള നഗരം എന്ന പുതിയൊരു മേൽവിലാസം കൂടിയുണ്ട്. നഗരത്തിലെ വ്യാപാരികൾ മുതൽ സ്കൂൾ കുട്ടികൾ വരെ ഒരു കഷ്ണം പേപ്പർ പോലും അലക്ഷ്യമായി വലിച്ചെറിയാതെ ബത്തേരിയെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. കടകളുടെ മുന്നിലും വഴിയോരങ്ങളിലും മാലിന്യത്തിന് പകരം കണ്ണിന് കുളിർമയേകുന്ന പൂച്ചെടികൾ. ശക്തമായ ബോധവൽക്കരണം നഗരസഭ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മിഠായി കടലാസ് പോലും ടൗണിനുള്ളിൽ ഞങ്ങൾ ഇടുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാവുന്നില്ല. അത് ആരെങ്കിലും അബദ്ധവശാൽ അതെല്ലാം അറിയാതെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നഗരസഭ തന്നെ പോയി കളക്ട് ചെയ്തിട്ട് കൃത്യമായി സംസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിർത്തി ഗ്രാമമായതിനാലും വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ടും വിവിധ ഭാഷകളിലാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 1 മണിക്ക് ശുചീകരണ തൊഴിലാളികൾ നഗരം വൃത്തിയാക്കാനെത്തും. 17 പേർ ചേർന്ന് 4 മണിക്കൂറിനുള്ളിൽ ബത്തേരിയെ തൂത്തുമിനുക്കി മടങ്ങും. പൊതുസ്ഥലത്ത് തുപ്പുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ഏക നഗരമാണ് സുൽത്താൻ ബത്തേരി. തുപ്പുക, മൂക്കുചീറ്റുക, മൂത്രമൊഴിക്കുക തുടങ്ങി പൊതുസ്ഥലം വൃത്തികേടാക്കുന്ന പ്രവൃത്തികൾക്ക് 500 രൂപ പിഴ ഈടാക്കും. രാഷ്ട്രീയ പരിപാടികളുടെ കൊടിതോരണങ്ങളും ബാനറുകളും ഫ്ലക്സുകളും 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യും. നഗരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ പങ്കും വളരെ വലുതാണ്. ജൈവ അജൈവ മാലിന്യം ശേഖരിക്കുന്നതും കൃത്യമായി തരംതിരിച്ച് വിവിധ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നതും ഇവരാണ്. ഹരിതകർമ്മസേനാംഗങ്ങളും കണ്ടീജന്റ് ജീവനക്കാരും ഹെൽത്ത് വിങ്ങിലെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ സൂപ്പർ ക്ലീൻ നടത്തി അതിൻ്റെ കൂടെ ചെടിച്ചട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ മാസത്തിലൊരിക്കൽ ഹരിതകർമ്മസേനയിലെ 5-6 പേര് ചേർന്നിട്ട് ചട്ടീൻ്റെ ഉള്ളിൽ വരുന്ന കളയും മറ്റും പറിച്ച് കളഞ്ഞ് വളമിട്ട് അങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇത്രയും ശുചിത്വമുള്ള, ഇത്രയും ഭംഗിയുള്ള, ഇത്രയും നന്നായിട്ട് ഒരു ടൗണിനെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കേരളത്തിലെ വൃത്തിയുള്ള ഒരു നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാതെ പറയാം അത് സുൽത്താൻ ബത്തേരിയാണെന്ന്. ഞങ്ങൾ സുൽത്താൻ ബത്തേരി എന്ന് പറയാൻ ഞങ്ങൾ ഭയങ്കര ഇപ്പോൾ എല്ലാവരും വന്നിട്ട് എല്ലാവരും പറയും വല്ല വൃത്തിയുള്ള നഗരമാണ്, വൃത്തിയുള്ള നഗരമാണെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പൊതുജനങ്ങൾ ഒരു കടലാസിൻ്റെ കഷ്ണം പോലും റോഡിൽ ഒരിക്കലും വലിച്ചെറിയില്ല. അത്രയും നല്ല രീതിയിൽ ജനങ്ങളെ സഹകരണമുണ്ട്. ഞങ്ങൾ മൈസൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഈ സിറ്റി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ഉണ്ട്. ബത്തേരി നഗരസഭയിലെ ഞങ്ങൾ 69 ഹരിതകർമ്മസേനാംഗങ്ങളാണ് ഇപ്പം ജോലി എടുക്കുന്നത്.
ആദ്യകാലത്തൊക്കെ നമുക്ക് വേസ്റ്റുകൾ കുറവായിരുന്നു, ആളുകൾക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കൂടുതൽ കളക്ഷൻ കിട്ടുന്നുണ്ട്. എല്ലാ രീതിയിലും ബത്തേരി മനോഹരിയാക്കി തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും നല്ല ഹരിതകർമ്മസേനയായിട്ട് ഞങ്ങൾക്ക് തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവാർഡൊക്കെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പല തലത്തുനിന്നും ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്, 69 പേരും. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിലും ഡസ്റ്റ്ബിൻസ് ഇല്ല. എല്ലാ കുട്ടികളും കൊണ്ടുവരുന്ന ഇനി അവരായിട്ട് കൊണ്ടുവരുന്ന പേപ്പർ കടലാസുകൾ അങ്ങനത്തെ വേസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അത് അവർ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബത്തേരി അടിപൊളിയാണ്, ക്ലീൻ സിറ്റി എന്നല്ലേ പറയണത്. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും അത് ഇങ്ങനെ അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ടൊന്നും ചെയ്യാറില്ല. അതിപ്പോൾ വേസ്റ്റൊക്കെ മിഠായിൻ്റെ കടലാസ് ആണെങ്കിലും അത് ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യും. അപ്പം ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ജീവിക്കുന്നവർക്ക് ആരോഗ്യപ്രദമായ അന്തരീക്ഷം ഉണ്ടാകണം എന്ന ബോധ്യത്തോടെ മാലിന്യ സംസ്കരണവും സന്തോഷകരമായ ജീവിതം ഉണ്ടാവണമെന്ന ആവശ്യത്തോടെ ഹാപ്പി ബത്തേരി പ്രൊജക്റ്റുമൊക്കെ കൊണ്ടുവന്ന് സുൽത്താൻ ബത്തേരി നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ്. ജനപങ്കാളിത്തത്തോടെ ശുചിത്വമുള്ള നഗരം കെട്ടിപ്പടുക്കുന്നതിൽ മികച്ച മാതൃകയാണ് സുൽത്താൻ ബത്തേരിയിലേത്. മറ്റ് നഗരസഭകളും ഈ മാതൃക പിന്തുടർന്ന് തങ്ങളുടെ നഗരവും മനോഹരമാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ ആണ് ഇന്ന് നമുക്ക് സംസാരിക്കും എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം, ഞാൻ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ. ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 4 പ്രാവശ്യം തുടർച്ചയായിട്ട് നമ്മുടെ ജില്ലയിൽ സ്വരാജ് ട്രോഫി നേടിയിട്ടുള്ള പഞ്ചായത്താണ്. അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ സർവേ നടത്തിയപ്പോൾ 99 പേരെയാണ് അതിദരിദ്രരായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അതിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയപ്പോൾ അവർക്ക് ആവശ്യമുള്ളതിൽ എന്താണോ ആവശ്യം അത് വെച്ചിട്ടാണ് കൊടുത്തത്. അതിനകത്ത് ഒരു 9 പേർക്ക് വീട് മെയിൻ്റനൻസ് ആവശ്യമുണ്ടായിരുന്നു, അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു 4 പേർക്ക് പുതിയ വീടിൻ്റെ അത് ലൈഫിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ആവശ്യമുള്ളവരുണ്ടായിരുന്നു, പാചകം ചെയ്തു പോലും കഴിക്കാൻ പറ്റാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കുണ്ട്. അപ്പോൾ അത് അടുത്തുള്ള കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് സഹകരിച്ചിട്ട് അവർക്കിപ്പോഴും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഭക്ഷണ കിറ്റ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് കിറ്റിൻ്റെ ആവശ്യമില്ല. അവർ നമ്മളെ കാർഡെല്ലാം മഞ്ഞ AI കാർഡാക്കി കൊടുത്തപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യം അവർക്ക് റേഷൻ കടയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളവർക്കും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ അതിന് വേണ്ടിയുള്ള സൗകര്യം ഡോക്ടർ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. മെഡിസിനും കൊടുത്തു വരുന്നുണ്ട്. അടുത്തായി നമ്മൾ കാർഷിക മേഖലയിൽ കാരണം നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ്. നിരവധി പാടങ്ങളുള്ളൊരു പ്രദേശമാണ്. 150 ഹെക്ടറിലേറെ പാടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. തരിശായിട്ട് കിടക്കുകയായിരുന്നു. നമ്മുടെ ഭരണസമിതി കയറിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറേ ഏറെ നമ്മൾ വീണ്ടെടുത്തു. ഏതാണ്ട് 35 ഹെക്ടറോളം നമ്മൾക്ക് കൃഷി വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഒരു 78 ഹെക്ടർ കൃഷി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ വിള, 2ാം വിളയും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയാവുന്നുണ്ട്. അതുപോലെ തന്നെ നെൽകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷിയിലും വലിയ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ കോവിഡിൻ്റെ സാഹചര്യത്തിന് ശേഷമൊക്കെ എല്ലാ വീടുകളിലും നമ്മളൊരു സർവേ തന്നെ നടത്തി നോക്കിയ സമയത്ത് ഹരിത വാർഡുകളാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി എല്ലാ വീടുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴത്തേക്കും പറയുന്ന പച്ചക്കറികൾ ഒരു മുരിങ്ങ അല്ലെങ്കിൽ ഒരു കറിവേപ്പില ഒരു തക്കാളി പോലും ഇല്ലാത്ത വീടുകളില്ലാത്തൊരു രീതിക്ക് നമുക്ക് കാണാനും നമ്മൾ ഹരിത പഞ്ചായത്തായിട്ട് അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതുപോലെ പൂക്കൃഷിയാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് പുതിയ ഇത് തുടങ്ങിയത്. ആദ്യം നമ്മൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ചെമ്മരുതി അതൊരു മാതൃകാ അടിസ്ഥാനത്തിൽ ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് നല്ല വിജയമായിരുന്നു. അപ്പോൾ പിറ്റേ വർഷം ആയപ്പോഴത്തേക്കും ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളും അല്ലാതെ വ്യക്തികളും ഒക്കെ വന്ന് നമ്മൾ തൈ ഉൽപ്പാദിപ്പിച്ച് കൃഷിഭവൻ വഴി കൊടുക്കുകയും നല്ല രീതിയിൽ നമുക്ക് ഒരു 30,000-ഓളം തൈകളാണ് നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്തത്. പൂവിൻ്റെ വർധന ഉണ്ടാകും. ആ സമയത്ത് ഓണത്തിന് പൂവിൻ്റെ വില നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. 50 രൂപയ്ക്കൊക്കെ 1 കിലോ പൂ കിട്ടുന്നൊരവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിനകത്ത്. അതുപോലെ തന്നെ കണിവെള്ളരി കൃഷി നമ്മൾ 2-3 യൂണിറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. വാഴ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏത്തവാഴയൊക്കെ
വെച്ചിട്ട് അതിന് വേണ്ട സബ്സിഡിയും ഇൻഷുറൻസും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കൃഷി ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ട് നിരവധി കർഷകർ പഞ്ചായത്തിലും കൃഷിഭവനിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവനിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏറ്റ മുതൽ എപ്പോഴും നമ്മൾ പച്ചക്കറി കൃഷിയും നെല്ലും മാത്രം പോരാ, നമ്മുടെ പഴവർഗ്ഗങ്ങളും കൂടെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഫലവൃക്ഷ തൈകൾ എല്ലാ വർഷവും 100 ഫലവൃക്ഷ തൈകൾ ഹോം ഗ്രൗണ്ടിൻ്റെ നേതൃത്വം 100 യൂണിറ്റാണ്. 100 യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുത്തത് 8 ഫലവൃക്ഷങ്ങളാണ് കൊടുത്തത്. അതിൻ്റെ ഒരു 75% സബ്സിഡിയാണ്, ബാക്കി മാത്രം ഗുണഭോക്താവ് അടച്ചാൽ മതി. ഇപ്പോൾ കൊടുക്കുന്നത് ഒരു യൂണിറ്റിന് 4 ഫലവൃക്ഷ തൈകളാണ്. അത് ഹോം ഗ്രൗണ്ടിൻ്റെ അത്യുൽപാദന ശേഷിയുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പരിശോധിച്ചാണ് കൊടുക്കുന്നത്. ആദ്യം കൊടുത്ത ഫലവൃക്ഷങ്ങളിൽ ഇപ്പോൾ കായ്ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നമ്മൾ പോയി ഫീൽഡിൽ പോയി കാണുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ കൊടുത്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാർഷിക മേഖലയിൽ. ആരോഗ്യ മേഖലയെ കുറിച്ച് 2 വാക്ക്. ആർദ്രം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ചെമ്പരത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ടാണ് അത് ഉദ്ഘാടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ സമീപത്ത് നിന്നൊക്കെ ഉള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളുടെയൊക്കെ എണ്ണം നമുക്ക് പലപ്പോഴും OP 500-ലധികമൊക്കെ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെ ഡോക്ടർ സേവനം കൊടുക്കുന്നുണ്ട്. ഒരു ഡോക്ടറെയും നഴ്സിൻ്റെയും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളുടെ പാലിയേറ്റീവിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, പാലിയേറ്റീവ് സിസ്റ്ററുണ്ട്, പാലിയേറ്റീവ് ആംബുലൻസും ഉണ്ട്. അപ്പോൾ വീടുകളിൽ പോയി നോക്കുന്നത് 400-ലധികം പേഷ്യൻ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടും എഴുന്നേൽക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു 60 പേഷ്യൻസാണുള്ളത്. അപ്പോൾ എല്ലാ വർഷവും പാലിയേറ്റീവ് കുടുംബ സംഗമമൊക്കെ നടത്താറുണ്ട്. നമ്മൾ അതിൽ വെച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്ന ഇത് കിടപ്പ് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മരുന്നിൻ്റെ ആയാലും പിന്നെ ഫീൽഡിൽ നമുക്ക് 5 സബ് സെൻ്ററുകളുണ്ട്. ഇപ്പോൾ 5 സബ് സെൻ്ററുകളിൽ മാസത്തിൽ ഒരു ദിവസം ഡോക്ടർ പോകാറുണ്ട്. അവിടെ രോഗികളെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ NCD ക്ലിനിക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ സബ് സെൻ്ററിൽ ഇപ്പോൾ MLSP ഇവിടെ വന്നതുകൊണ്ട് സബ് സെൻ്ററിൽ ചെന്ന് തന്നെ നമുക്ക് വയോജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും നമുക്ക് BP-യും ഷുഗറും ഒക്കെ നോക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ക്ലിനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട്. ഭിന്നശേഷിക്കാർക്കും പിന്നെ മാസത്തിലൊരിക്കൽ നമ്മുടെ കേൾവി പരിശോധനയ്ക്കും അതുപോലെ കണ്ണിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള CHC-ന്ന് ഡോക്ടർ വരാറുണ്ട്. അപ്പോൾ നല്ല രീതിക്കാണ് ആരോഗ്യ മേഖലയിലും ആദ്യമേ തന്നെ ഈ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഒരിക്കലും പിന്നോട്ട് പോകാത്ത രീതിയിൽ പലപ്പോഴും കായകൽപ്പ അവാർഡും മറ്റുമൊക്കെ നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. അതുപോലെ നാഷണൽ ക്വാളിറ്റി അഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റും ആദ്യം നേടിയിട്ടുണ്ട്. 2010 നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ആ രീതിക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ഇപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രത്യാശ എന്ന പേരിൽ വനിതാ ലേബർ ബാങ്ക് എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അത് സ്ത്രീകൾക്ക് നേരിട്ട് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ആലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ്. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ 25 സ്ത്രീകളെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ പ്രത്യാശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നമുക്ക് ഹോം നഴ്സ്, അതുപോലെ പ്രസവരക്ഷ, കുട്ടികളെ നോക്കുക, അങ്ങനെയുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളെ തയ്യാറാക്കി വീടുകളിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് പ്രൈവറ്റായിട്ട് ഇവരിങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിൽ അവർക്ക് ഒരുപാട് ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന തുക മുഴുവനായിട്ട് ഇവർക്ക് കൊടുക്കത്തില്ല. അതുപോലെ പലയിടത്തും കൊണ്ടുപോയി ജോലി എന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാഗ്രതയുടെ രീതിയിൽ നിരവധി പരാതികളും ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിതിനൊരു ബദൽ സംവിധാനം പഞ്ചായത്തിന് എന്തുകൊണ്ട് വന്നുകൂടാന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുകയും അപ്പോൾ നമ്മുടെ ജോലിക്ക് വിടുന്ന ആളിനും നമ്മൾ ആദ്യമേ പഞ്ചായത്തിൽ വരണം. ആർക്കെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ വരുമ്പോൾ നമ്മളെ CWF-ന് ആ വീട്ടിലേക്ക് വിടും. വീട്ടിലേക്ക് വിട്ട് വീടിൻ്റെ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ആ വീട്ടിൽ ആരൊക്കെയാണുള്ളതെന്നുള്ള കൃത്യമായ ഡാറ്റ എടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ആളിനെ പറഞ്ഞു വിടും. ആ ആൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് ഒരു മാസത്തെ ശമ്പളം മുൻകൂറായിട്ട് ഇടണം. അവിടെ ഒരു മാസം കറക്റ്റ് 30 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് ആ ജോലിക്ക് പോകുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പഞ്ചായത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചൂഷണം അവർക്ക് ഒഴിവാകുന്നുണ്ട്. അവർക്ക് അവിടെയും ജോലി ചെയ്യുന്നിടത്തും ഒരു മാന്യമായ ഇടപെടൽ അവർക്ക് ലഭിക്കുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലായതുകൊണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന പ്രോജക്റ്റ്. അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പദ്ധതി വെച്ചിട്ടുള്ളത് ഈവൻറ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ചെറിയ രീതിക്കാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ആ പാത്രങ്ങളും മറ്റുമൊക്കെ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വെച്ചിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തുള്ള ചെറിയ ഇൻകമാണ് ഇപ്പോൾ അവർ നേടിയെടുക്കൊണ്ടിരിക്കുന്നത്.
ഇനി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട്. കുറേ കൂടെ ചെറിയ രീതിയിലുള്ള ഒന്ന് കുറച്ചുകൂടെ ഇതായിട്ട് പഞ്ചായത്തിൻ്റെ പേരിൽ ഒന്ന് പബ്ലിക്കായിട്ട് ഒരു പബ്ലിസിറ്റി വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് അവർക്ക് നൽകുന്നുണ്ട്. അതുപോലെ ശിങ്കാരി മേളം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ട് അതിൻ്റെ ട്രെയിനിങ് ഏതാണ്ട് കഴിയാറായി. അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം ഉണ്ടാവും. അതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും വന്നിരിക്കാനൊരു ഇടമില്ല. പുരുഷന്മാർക്കാണെങ്കിൽ നമുക്ക് റോഡുകളിലൊക്കെ പോയിരിക്കാം, ക്ലബ്ബുകളിൽ പോയിരിക്കാം. പക്ഷേ വനിതകൾക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് എവിടെയും പോയിരിക്കാം. പക്ഷേ അതിന് ശേഷം നമുക്കിരിക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ പൊതു ഇടം എന്നൊരു ആശയം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെമ്പരത്തിയിലൊരു കെട്ടിടം പൂർത്തിയായി ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അത് ജില്ലാ മെമ്പറിൻ്റെ ഒരു സൗകര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. അപ്പം നമ്മളെ സ്ത്രീകൾക്ക് അവിടെ വന്നിരിക്കാൻ അവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾക്കും അവർക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വനിതാ ജംഗ്ഷൻ, അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ DPCയുടെ നേതൃത്വത്തിൽ ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഏതെങ്കിലും കലാരൂപങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമായിരുന്നു. അത് നല്ല രീതിയിൽ അത് ആദ്യം ചെയ്തത് നമ്മുടെ ചെമ്പരത്തിയായിരുന്നു. ജില്ലയിൽ 4 പഞ്ചായത്തിനെ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. ചെയ്തിട്ട് വേണം ബാക്കി പഞ്ചായത്തുകളിലേക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളത് ചെയ്യുകയും നിരവധി വീട്ടിലിരുന്നതും പ്രായമായവരുമായിട്ടുള്ള ആളുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ വലിയ ഒരു വിജയമായിട്ടുള്ള പരിപാടിയാക്കി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ഇതിലായാലും എല്ലാം ചെയ്യുന്നത് പോലെ അങ്കണവാടികളാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതും അതുവഴിയുള്ള പോഷകാഹാരങ്ങളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന. അതിനോടൊപ്പം പലതും വാടക കെട്ടിടങ്ങളിലായിരുന്നു. 31 അങ്കണവാടികളുണ്ട് വലിയൊരു പഞ്ചായത്ത് ആയതുകൊണ്ട്. അതിന് ഇനി ഒരു 5 സ്ഥലത്ത് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടം ആവശ്യമുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം കെട്ടിടവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളും കൂടെ കൊടുക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് AC ഉൾപ്പെടെ വെച്ചിട്ടുള്ളൊരു അംഗൻവാടിയാണ് നിർമ്മിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അംഗൻവാടികളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിരുന്നു. ഇടയ്ക്കാലത്ത് കൊഴിഞ്ഞുപോക്ക് വളരെ ശക്തമായിരുന്നെങ്കിലും തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം ഭംഗിയായിട്ട് ചെയ്ത് അവിടെയും കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ചിട്ടാണ്. മാലിന്യ നിർമ്മാർജ്ജനം ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നൊരു മേഖലയാണ്. നമ്മൾ ഭരണസമിതി വന്ന് 2022 മുതൽ ഞങ്ങൾ വീടുകളിലേക്ക് റിംഗ് കമ്പോസ്റ്റ് കൊടുത്തു തുടങ്ങി. അന്ന് മാലിന്യം ഇത്ര വലിയ രൂക്ഷമായ പ്രശ്നമായി മാറിയിട്ടില്ല കേരളത്തിൽ. പക്ഷേ നമ്മൾ 90% സബ്സിഡി നിരക്കിൽ ബിന്നും റിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഉള്ള വീടുകളിലെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ സർവേ എടുത്ത് ബാക്കി ഇനി ഏതൊക്കെ വീടുകളിലുണ്ടോ ആ വീടുകളിലേക്കും വേണ്ടി. അപ്പോൾ നമ്മുടെ ടൈഡ് ഫണ്ട് ഒരു പകുതി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ശുചിത്വത്തിന് വേണ്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ പൊതു ഇടങ്ങളിലെല്ലാം ബോട്ടിൽ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഹരിത ടൗണായിട്ടൊരു 3 സ്ഥലം പ്രഖ്യാപിച്ച് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് 2 ജോലിക്കാരെ നിർത്തി തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് പഴയ മാലിന്യങ്ങളെല്ലാം മാറ്റി. പിന്നെ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 MCFകളുണ്ട്, വലിയ MCFകളുണ്ട്. 38 നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവരെല്ലാ മാസവും വീടുകളിൽ പോയി കൃത്യമായി സേവനം കൊടുക്കുകയും പ്ലാസ്റ്റിക് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അതാത് മാസം തന്നെ വേർതിരിച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ 2ാമത്തെ വണ്ടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വണ്ടിയുണ്ട്. പിന്നെ ക്യാമറകൾ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും അവിടെ കൊണ്ട് ക്ലീൻ ചെയ്യുന്നിടത്തിടുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി ക്യാമറകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ദുരന്ത നിവാരണത്തെക്കുറിച്ച്, ദുരന്ത സാധ്യത മേഖലയാണ്. വലിയ രീതിക്കുള്ള ദുരന്തം വരുന്ന മേഖലയൊന്നും ചെമ്പരത്തിയിലില്ല. ഈ വലിയ കാറ്റും മഴയും ഒക്കെ വന്ന സമയത്തൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്ക് ആകെ ഒരു കല്ലണ ആറാണ് അതുവഴി ഒഴുകുന്നത്. അത് വലുതായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും അത്യാവശ്യം വേണ്ട പ്രിക്കോഷൻസൊക്കെ പഞ്ചായത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഇതുവരെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വോളണ്ടിയേഴ്സ് ഉണ്ട്. ടൂറിസം മേഖലയിൽ നമുക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു കാർഷിക പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പം നമ്മുടെ ബാലസൗഹൃദം ഗ്രാമപഞ്ചായത്താക്കുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ CPCക്ക് വേണ്ടിയുള്ള റൂമെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടെ കഴിഞ്ഞ് ബാലസൗഹൃദമാക്കുക. അതുപോലെ നമ്മുടെ സ്ത്രീ സൗഹൃദത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇവിടുത്തെ ഇപ്പോൾ ട്രെയിനിങ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീ സൗഹൃദമാക്കുക. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ അത് എല്ലാ പഞ്ചായത്തുകളും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കുടുംബശ്രീ മേഖലയിലായാലും നമ്മുടെ ജെൻഡർ ഡെസ്ക് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ജെൻഡർ ഡെസ്ക് സ്ഥാപിച്ചതും ചെമ്പരത്തിയിലായിരുന്നു. അതേപോലെ ജാഗ്രതയുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് ഈ സ്വയം പര്യാപ്തത എന്ന് പറയുന്നെങ്കിലും പലപ്പോഴും അങ്ങ് അവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഓരോ വർഷവും 10% കൃത്യമായിട്ടും ഒക്കെ വയ്ക്കുന്നെങ്കിലും അത് അവർക്ക് മാത്രം ഗുണം കിട്ടുന്ന പ്രോജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം പ്രത്യാശ കൊണ്ടുവന്നത്. അപ്പോൾ അത് നേരിട്ട് അവർക്ക് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഈ വർഷവും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. എത്ര നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് പൂർത്തീകരിച്ചിറങ്ങി പോകണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നടക്കാനിരിക്കുന്ന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.